ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ ഇന്ന് നമ്മൾ ലോഞ്ച് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഫസ്റ്റ് റിവ്യൂ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ട് കാത്തിരുന്ന ലോഞ്ച് എപ്പിസോഡ് ഇന്ന് കഴിഞ്ഞു. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോഞ്ച് എപ്പിസോഡായിരുന്നു. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വന്ന് ഇൻട്രോ ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, വീട് പരിചയപ്പെടുത്തുകയാണ്. അപ്പം ലാലേട്ടൻ കയറി ചെല്ലുമ്പോഴേ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഒരു നെയിം ഒരു ചരിഞ്ഞൊക്കെയാണ് എന്ന്, ഇതിനെന്തോ ഒരു ക്ലൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ വീട്ടിലേക്ക് കയറുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് സാധാരണ നമുക്ക് കൺഫെഷൻ റൂം, ജയില്, കിച്ചണ് ഇതൊക്കെ ഉള്ളതാണല്ലോ, പക്ഷേ ഈ പ്രാവശ്യം പുതുതായിട്ടൊരു റൂമും കൊണ്ടുണ്ട്. അതിൻ്റെ പേരാണ് പണിപ്പുര. അപ്പം പണിപ്പുര എന്ന് പറയുന്ന എന്തോ ഒരു സസ്പെൻസ് അതിനകത്തിലുണ്ട് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പിന്നീട് കാണിക്കാൻ വേണ്ടി വെച്ചിട്ട് പുള്ളി അടുത്തായിട്ട് കിച്ചൺ ഏരിയയിൽ പോകുന്നുണ്ട്. കിച്ചൺ ഭയങ്കര നല്ല സ്പേഷ്യസ് ആണ്. ലാസ്റ്റുള്ള സീസണിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണ്. പിന്നെ ഡൈനിങ് ഏരിയ, അത് ലാലേട്ടൻ തന്നെ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഡൈനിങ് ഏരിയ ആണെന്ന് ലാലേട്ടൻ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ അത്രയും വലുപ്പമില്ല. പക്ഷേ എല്ലാവരും ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നത് ഒരു ഡൈനിങ് ഏരിയയാണത്. അപ്പം ഫാമിലി ദാറ്റ് ഈറ്റ് ടുഗദർ സ്റ്റേ ടുഗദർ എന്നാണ് ഇന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അടുത്തായിട്ട് പറയുന്നത് സ്റ്റോർ റൂം എന്ന് പറയുന്നത് കണ്ടസ്റ്റന്റിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വരുന്നത് സ്റ്റോർ റൂമിൽ കൂടെയാണ്. പക്ഷേ ഒരു കാര്യം സൂക്ഷിച്ചോ, ഈ വഴി പണി കിട്ടുമേ എന്ന് ലാലേട്ടൻ നൈസായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം സ്റ്റോർ റൂം വഴി എന്തോ നമുക്ക് ഗെയിംസിലൊക്കെ സ്റ്റോർ റൂം വഴി നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന് കരുതുന്നു. പിന്നുള്ളത് അടുത്ത് കാണിക്കുന്നത് ബെഡ്റൂമാണ്. ബെഡ്റൂം എന്ന് പറയുന്നത് ഭയങ്കര സ്പേഷ്യസ് ആണ്, എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാൻ പറ്റും. ഇപ്പോൾ ലാലേട്ടൻ പറയുന്നത് ലാസ്റ്റ് ഇയർ ഡിഫറെൻറ്റ് ബെഡ്റൂം ആയത് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് വന്നു. അപ്പോൾ അത് ഈ പ്രാവശ്യം പരിഹരിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിടക്കാൻ പറ്റുന്ന വലിയൊരു ബെഡ്റൂമാണുള്ളത്. അത് ബെഡ്റൂമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം നല്ല ഡെക്കറേഷനൊക്കെ ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻ, കുറേ പൂവും കുറച്ച് അങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാണ്. പിന്നെ അടുത്ത് പറയുന്നത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ കൺഫെഷൻ റൂമിൽ കയറുന്നുണ്ട്. അപ്പം കൺഫെഷൻ റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചമൊക്കെ ഉള്ള ഒരു കൺഫെഷൻ റൂം, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ അതിലേക്ക് കയറുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ലാലേട്ടനെ സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നു ലാലേട്ടൻ്റെ ഫിലിമൊക്കെ കണ്ടു. അപ്പോൾ അന്നേരം ലാലേട്ടൻ ചോദിക്കും ബിഗ് ബോസ് ഫിലിമൊക്കെ കാണാറുണ്ടോ? അതെ എനിക്ക് ലാലേട്ടൻ. അപ്പോൾ സിനിമയെ പറ്റി പറയാൻ വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നമുക്കത് പുറത്തിറങ്ങി സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാലേട്ടൻ്റെ ഒരു ഡയലോഗ്, ചെയ്ത പാവങ്ങൾക്കല്ല കുമ്പസാരം, ഇനി ചെയ്യാൻ പോകുന്ന പാവങ്ങൾക്ക് വേണ്ടിയാണ് കുമ്പസരിക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം നല്ല പണി കൊടുക്കുക, എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല, അത് ഷുവറായിരിക്കും നല്ല പണി കൊടുക്കുമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ പരിചയപ്പെടുത്തുന്നത് സെൻറ്റർ ഗാർഡൻ എന്ന് പറയുന്നത് അത് വീടിനുള്ളിൽ തന്നെ ഉള്ള ഒരു ഏരിയ ആണ്. അവിടെ കുറച്ചും കൂടെ കുറച്ച് ബട്ടർഫ്ലൈയും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ്. അത് വീടിനുള്ളിൽ തന്നെ കുറേ വിശാലമായിട്ടുള്ള ഏരിയ, ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ലിവിങ് സ്പേസ് പോലെ തന്നെ ഒരു ഏരിയ ആണ്. പക്ഷേ ലിവിങ് സ്പേസ് അല്ല, അതിൻ്റെ വീടിൻ്റെ ഒരു സെൻറ്ററിലാണത്. പിന്നെ പരിചയപ്പെടുത്തുന്നത് ലാലേട്ടൻ പറയുന്ന ഒരു പുതുതായിട്ട് ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റൂമാണ് പൗഡർ റൂം. പൗഡർ റൂമിൽ എഴുതിയിട്ടുണ്ട് കാണുന്നതിൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് വലുതായിട്ട് മിററിൻ്റെ സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് കാണിക്കുന്നത് ലിവിങ് റൂമാണ്. ലിവിങ് റൂം എന്ന് പറയുന്നത് കുറച്ച് വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലിവിങ് റൂമാണ്. അതായത് നമുക്ക് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചേർന്നിരിക്കാൻ പറ്റുന്ന ഒരു വലിയ ലിവിങ് റൂം. അത് കഴിഞ്ഞിട്ട് ബാത്റൂം കാണിക്കുന്നുണ്ട്. അവിടെ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ ചേഞ്ചിങ് റൂമുണ്ട്, 2 ടോയ്ലറ്റുണ്ട്, 2 ബാത്റൂമുണ്ട്. എന്നിട്ട് ലാലേട്ടൻ 2 തത്തയൊക്കെ അവിടെ വെച്ചേക്കുന്നതാണ്. അതിലൊക്കെ പഠിച്ചത് ഇവിടെ തത്തയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് തത്തെപ്പറ്റിയൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ പ്രശ്നത്തെ വീണ്ടും ഒരു പ്രത്യേകതയാണ്, വീടിൻ്റെ ബാത്റൂമിൽ നിന്ന് ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം
വരാൻ കൊടുക്കാൻ പോകുന്ന പണിയെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് പുള്ളി പുറത്തോട്ട് ഇറങ്ങുന്നു. പുറത്തോട്ട് ഇറങ്ങി അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ജയിലാണ്. ജയിൽ നോർമൽ സാധാരണ ഉള്ള ജയിൽ പോലെയല്ല കാണിച്ചേക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഒരു ചരിഞ്ഞ ജയിലാണ്. സ്ലൈഡിങ് ഡോറും ഒരു സ്ലോപ്പിംഗ് ജയിലുമാണ്. അതൊരു ചരിഞ്ഞൊരു ജയിലാണ്. അപ്പോൾ ഇവിടെ വന്ന് സൂഹിക്കാനല്ല, പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ് ജയിൽ എന്നുള്ള രീതിയിൽ ഒരു ധ്വനി ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ബിഗ് ബോസിൻ്റെ ഡയലോഗ്. ബിഗ് ബോസിൻ്റെ ഡയലോഗ് എന്ന് പറയുന്നത് ഇതാണ്: ലാലേട്ടാ, എന്നെ മഴയത്ത് നിർത്തരുത്, മുണ്ട് മടക്കി കുത്തിക്കരുത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു സ്ലോ മോഷൻ ഒരു പോക്കുണ്ട്. അത് അടുത്ത് കാണിക്കുന്നതെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പണിപ്പുര എന്ന് പറഞ്ഞ പുതിയ ഏരിയ ആണ്. സോ ഈ ഏരിയ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ പണി കൊടുക്കാനുള്ള ഒരു ഏരിയയാണ്. അപ്പം ലാലേട്ടൻ പറയുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ച് പെട്ടിയിലാക്കി പൂട്ടി വെക്കുമെന്നാണ് പറയുന്നത്. അത് ലാസ്റ്റ് നമുക്ക് ആ എപ്പിസോഡിൻ്റെ അവസാനം ആ ട്വിസ്റ്റ് നമുക്കറിയാൻ പറ്റും. അപ്പം അതായത് ഇവർ പല തരത്തിലുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫെയിം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് വരുന്നത്, അങ്ങനെ പല ആളുകളുണ്ട്. എല്ലാം ഇവിടെ ഇട്ട് കൂട്ടും. അതുപോലെ തന്നെ ഇവർക്ക് ഗെയിമിൽ ലക്ഷറി ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതെല്ലാം കിട്ടുന്ന ഐറ്റംസ് അല്ലേ ഇവിടെ അല്ലോ. ഇവർക്ക് ഈ ഐറ്റംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ശരിക്കും പണിയെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും വെച്ച് പൂട്ടും, മാസ്കുകളില്ല, എല്ലാ ഐറ്റവും ഞാനിത് വെച്ച് പൂട്ടുമെന്നാണ് ലാലേട്ടൻ അവിടെ പറയുന്നത്. അതാണ് പണി, അതാണ് പണിപ്പുര. അടുത്തതായി ലാലേട്ടൻ ഒരു വാണിംഗ് പോലെ എല്ലാവരോടും പറയുകയാണ്. എന്നെ അറിയാവുന്നവരോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സേഫ് ഗെയിം ഈസ് എ ഡർട്ടി ഗെയിം. ഇത്രയും പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ആ ഒരു റിവ്യൂ കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത സ്റ്റേജ്, നമ്മൾ പിന്നെ അടുത്ത ഇന്ന് കാണുന്നത് സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസ് പെർഫോമൻസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എമ്പുരാനിലെ സോങ്ങൊക്കെ ഉണ്ട്. എന്നിട്ട് അതോടുകൂടിയാണ് ലാലേട്ടൻ എൻട്രി ചെയ്യുന്നത്. ഇപ്രാവശ്യം ലാലേട്ടൻ ഭയങ്കര അടിപൊളി സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. നമ്മൾ പഴയ സീസണിലൊക്കെയാണ് പുള്ളി കോട്ടൊക്കെ ഇട്ടിട്ട് അല്ലേ ഫസ്റ്റ് അപ്പിയറൻസ് ഒക്കെ. പക്ഷേ അത് അന്നേരം നമുക്ക് കുറച്ചുകൂടെ പുള്ളിയാണെങ്കിൽ മുണ്ടെടുത്തിട്ടുള്ള ലാലേട്ടനെയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ലാലേട്ടനെ നമുക്ക് ഈ പ്രാവശ്യം കാണാൻ പറ്റും. പുള്ളി അടിപൊളി സ്റ്റൈലിലാണ്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, ഇത്തവണ ചെറിയ കളിയല്ല, കളിക്കാരെ വിറപ്പിക്കുന്ന പണികളാണ് വരുന്നതെന്നാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ പണിപ്പുരയെ പറ്റി പറയുന്നുണ്ട്. മാസ്ക് ഒക്കെ ഇട്ടവരെ പുറത്ത് കൊണ്ടുവരാൻ നോക്കും. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീസൺ ആയിരിക്കുമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് മത്സരാർത്ഥികൾക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് റെനീഷയാണ് ആ ടാസ്ക് നടത്തുന്നത്. മഷിമുദ്ര എന്നാണ് ടാസ്കിൻ്റെ പേര്. അപ്പം കണ്ടസ്റ്റൻസിന് എന്താണ് ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ, അത്രയും കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ, ഓരോ മെഡലും അവരുടെ പേരും ഫോട്ടോയും വെച്ചിട്ട് ഒരു മെഡല് ഓരോ പോഡിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ബ്ലൈൻഡ്, നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് അവരുടെ കൂടെയുള്ള സഹായി അവിടെ പുറകെ നിന്ന് ഗൈഡ് ചെയ്യണം. അനുസരിച്ച് അവർ മുന്നോട്ട് പോയിട്ട് അവരുടെ പേരുള്ള പോഡിയത്തിൽ നിന്ന് ആ മെഡൽ എടുത്തിട്ട് കഴുത്തി ഇട്ടിട്ട് ഫ്രണ്ടിലൊരു ഒരു കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൈ മുക്കിയിട്ട് അവിടെ ഒരു 7 എഴുതിയിട്ട് ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് പതിപ്പിക്കണം. അപ്പോൾ അതാണ് ടാസ്ക്. അപ്പം ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടാണ് ഇവരാണെങ്കിൽ അകത്ത് കയറുന്നതെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കാരണം ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഫൺ ടാസ്ക് അല്ല എന്ന് പുള്ളി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള പ്രയാണത്തിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടാസ്ക് ആണെന്നാണ് ലാലേട്ടൻ ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ഒരു സീസണിൽ മൊത്തത്തിൽ 19 കണ്ടസ്റ്റൻസാണ് ആദ്യം ഘട്ടത്തിൽ വീട്ടിൽ കയറുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തരെയായി പരിചയപ്പെടാം. ആരൊക്കെയാണ് ഈ 19 കണ്ടസ്റ്റൻസ്, അവർ ഏത് ഓർഡറിലാണ് കയറിയത് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് വീട്ടിൽ കയറിയത് കോമണറായിട്ടുള്ള അനീഷ് ടി എന്ന ആളാണ്. പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എഴുത്തിൻ്റെ മായാജാലവും മണ്ണിൻ്റെ മണവുമുള്ള ആളെന്നുള്ള രീതിയിലാണ് പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മൈജി ഫ്യൂച്ചർ കോണ്ടസ്റ്റൻ്റ് വിന്നറാണ് പുള്ളി. അങ്ങനെയാണ് പുള്ളിക്ക് ഈ കോമണറായിട്ട് ഇതിലേക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. പുള്ളി ഒരു എഴുത്തുകാരനാണ്,
കൃഷിക്കാരനാണ്. അതുപോലെ തന്നെ പിന്നെ ലാലേട്ടൻ ആദ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് ലാലേട്ടൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അപ്പം പുള്ളി പറയുന്നുണ്ട്, പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ ബുക്കിനെ പറ്റി പുള്ളിക്കാരൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ബുക്കിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോബിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരനൊരു ബാങ്ക് ജോബ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ജോബ് ഉണ്ട്, അത് ഇപ്പോൾ 5 ഇയേഴ്സായി ലീവ് എടുത്ത് ബിഗ് ബോസിന് വേണ്ടി പരിശ്രമിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് ഒരു ലാലേട്ടൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ പുള്ളിയെ പറ്റി പറയുന്നുണ്ട്, ഒരു സ്ത്രീവിരുദ്ധത ഉള്ള ആളാണെന്നാണ് തോന്നുന്നത്. അപ്പം എന്നിട്ട് അതിനെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, പുള്ളി ഒരു ഡിവോഴ്സിയാണ്. അപ്പം പുരുഷന്മാർ അനുഭവിക്കുന്ന വേദന, വിവേചനം ഇതിനെപ്പറ്റിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനൊരു വേദിയാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. അപ്പം പുരുഷന്മാരെ മാറ്റി നിർത്തുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ എനിക്ക് ഇതിലേക്ക് ഈ ബിഗ് ബോസിൽ അത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പം പുള്ളി പറയുന്നുണ്ട്, ഞാൻ ജെനുവിനായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞിരിക്കും, ആരുടെ മുന്നിലും ഞാൻ തലവനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ബിഗ് ബോസിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ലേഡീസിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? അപ്പം അനീഷ പറയുന്നുണ്ട്, ലാലേട്ടൻ അത് നമുക്ക് വഴിയെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഫസ്റ്റ് കണ്ടസ്റ്റൻ്റാണ്, ഫസ്റ്റ് ബിഗ് ബോസിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്ന ആളാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി സെറ്റ് തന്നെ ഹൗസ് തന്നെ ഭയങ്കര മനോഹരമല്ലേ. അപ്പം പുള്ളി അതിനകത്ത് കയറി ഓരോ റൂമൊക്കെ നോക്കുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് അനീഷിൻ്റെ എൻട്രി അവിടെ കാണിക്കുന്നത്. ഒരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. ആക്ച്വലി അതിൻ്റെ ഇടയ്ക്ക് ടാസ്കും കാണിച്ചിരുന്ന മറ്റേ മുദ്ര ചെയ്യുന്ന ടാസ്ക് ഉണ്ടല്ലോ, അപ്പോൾ അതെന്ന് പറയുന്ന ആ ടാസ്കും ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചിരുന്നു. റെനീഷയും അനീഷിനെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ടാസ്ക്. അപ്പം അനീഷിൻ്റെ ബ്രദറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ടാസ്കും പുള്ളി ചെയ്തിരുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കുഞ്ഞു മോളെ പറ്റിയാണ്, ഇസമോള്. അപ്പം ബിഗ് ബോസിൽ എന്നെ എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ വാശി പിടിച്ചിരുന്ന ഇസമോളെ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടന് കുട്ടീനെ എടുത്ത് കയ്യിലൊക്കെ വെച്ചിട്ട് 1-2 വയസ്സേ മറ്റേ ഉള്ളൂ കുട്ടിക്ക്. അപ്പം അതിനെ കയ്യിലൊക്കെ എടുത്തിട്ട് ലാലേട്ടൻ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു. അപ്പം ഇസയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അടുത്ത എൻട്രി എന്ന് പറയുന്നത് ടെലിവിഷൻ ആക്ട്രസ് ആയിട്ടുള്ള അനുമോളുടെയാണ്. ബേബി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അനുമോൾ സ്റ്റേജിലേക്ക് വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എൻട്രി ചെയ്യുന്നു, അനുവിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് മനോഹരമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അനു ആണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അനുവിൻ്റെ വീട്ടിൽ അച്ഛനമ്മ, ചേച്ചിയുടെ ഹസ്ബൻഡ്, മകന് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ഈ കണ്ടസ്റ്റൻസിന് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം കൂടെ കൊണ്ടുപോകാം. അപ്പോൾ അത് പുള്ളിക്കാരി ഒരു പാവയുണ്ട്, അപ്പോൾ അത് കൂടെ കൊണ്ടുപോകും എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട്, കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര മീൻസ് കരച്ചിലൊക്കെ പെട്ടെന്ന് വരുന്ന കുട്ടിയാണ്, പക്ഷേ ഞാനായിട്ട് നിൽക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ട് പോയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറയുന്നത് ടാസ്ക്കാണ്. ടാസ്കിൽ റെനീഷയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ടാസ്കിൽ അനുവിൻ്റെ ചേച്ചിയാണ് ഗൈഡ് ചെയ്തത്. അപ്പം പുള്ളിക്കാരി പോയി തൊട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രിയാണ്. അപ്പം അനീഷ് അവിടെ എന്താ പറയുക, ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അനു എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അനീഷ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അനു പെട്ടെന്ന് അനു ഇങ്ങനെ കയറി വരുമോ. അപ്പോൾ അനീഷ് ചോദിക്കുക ആരാന്ന് ചോദിക്കുമ്പോൾ അനുവിൻ്റെ ഒരു ഡൗട്ടേ, ഇത് പുള്ളിക്കാരൻ കണ്ടസ്റ്റൻ്റ് ആണോ അതോ മീൻസ് അനീഷ് കോമണർ ആയത് കാരണം അനുവിന് അങ്ങനെ പരിചയമില്ലാന്ന് തോന്നുന്നു. അപ്പം ആരാന്ന് ചോദിച്ചപ്പോൾ അനുവിൻ്റെ ഒരു കൺഫ്യൂഷൻ, ഇതെന്താ അങ്ങനെ. പിന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി കണ്ടസ്റ്റൻ്റ്. അപ്പം എന്നെ അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അനീഷ് പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഓക്കെ, അതെന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞാൻ ടി വി കാണുമ്പോൾ കുറച്ചുകൂടെ തടിച്ചായിരിക്കുന്നത്, നേരിട്ട് കാണുമ്പോൾ കുറച്ച് അതുകൊണ്ടൊന്നുമല്ല, ടി വി കാണുമ്പോൾ കുറച്ചുകൂടെ സൗന്ദര്യം തോന്നുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ സൗന്ദര്യം തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തിയിട്ടാണ് അനീഷ് അനുമോളെയാണല്ലേ അത് സ്വീകരിക്കുന്നത്. അപ്പം
അങ്ങനെയാണ് അനുവിൻ്റെ എൻട്രി. അടുത്തതായിട്ട് ഹൗസിലേക്ക് കയറുന്നത് മോഡലും ആക്ടറുമായിട്ടുള്ള ആര്യൻ കത്തൂരിയാണ്. സോ ആര്യൻ കത്തൂരി വരുന്നു, ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്ത് സ്റ്റേജിലേക്ക് വരുന്നു. സോ പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ കൊച്ചിയിലാണ് ജനിച്ചു വളർന്നത്, പക്ഷേ പഞ്ചമി നെയ്മാണ്. അതുപോലെ തന്നെ പുള്ളി അണ്ടർ 14 and 16 ക്രിക്കറ്റ് ടൂർണമെൻറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മൂവീസ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ഉള്ളത് വടക്കൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഇനി ഗോയിങ് ഫോർവേഡ് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ കൂടെ എന്തോ ഒരു മൂവി ചെയ്യാൻ പോവാണ്. അതാണ് അടുത്തതായിട്ടുള്ളത്. പിന്നെ ഫാമിലിയൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളി പിന്നെ പറയുന്നുണ്ട് ഐ എം നോട്ട് എ കോണ്ടസ്റ്റൻറ്റ് ബട്ട് എൻ്റെ എപ്പിസോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ റോ ആയിട്ടായിരിക്കും കളിക്കുന്നത്, പിന്നെ ഗേൾ ഫ്രണ്ടൊന്നും ഇല്ല. എന്നിട്ട് ലാലേട്ടനോട് പറയുന്നുണ്ട് എനിക്ക് തോളി തട്ടിയുള്ള ഐഡിയ എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ലാലേട്ടൻ്റെ തോളിൽ ഇങ്ങനെ പുള്ളിയുടെ തോളും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഒരു മൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്ത പോലെ തന്നെ മറ്റേ മുഖമുദ്ര എന്ന് പറഞ്ഞ ടാസ്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ കറക്റ്റായിട്ടത് പോയി ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡിൽ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് സ്പീഡിലായിരുന്നു പുള്ളി ചെയ്തത്. അപ്പം നന്നായിട്ട് മനോഹരമായിട്ട് ആ ടാസ്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഹൗസിനകത്ത് എൻ്റർ ചെയ്തു. അവിടെ അപ്പം അനുമോളും അനീഷ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പോയി പെട്ടെന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അവർ സംസാരിച്ചു. പക്ഷേ അനീഷ് എന്തോ ഒരു മൈൻഡ് ചെയ്യാത്ത പോലെ കുറച്ച് മാറിയൊക്കെ നിന്നു. ബട്ട് പുള്ളിയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു മൈൻഡ് ചെയ്യാത്ത പോലെ നിന്ന്. ഓക്കെ, അത് പുള്ളിയുടെ ടാക്ടിക്സ് ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പം അങ്ങനെയാണ് ആര്യൻ കത്തൂരിയുടെ എൻട്രി. അടുത്തതായി എൻട്രി ചെയ്യുന്നത് കലാഭവൻ സരികയാണ്. അപ്പം മിമിക്രി കോമഡി രംഗത്തു നിന്ന് വന്നിട്ടുള്ള ആളാണ് സരിക. 20 years-ആയി ഇൻഡസ്ട്രിയിലുണ്ട്. പുള്ളിക്കാരി പറഞ്ഞത് ലാലേട്ടൻ അടിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങും ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ലല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാത്ത ആളാണ്, എപ്പോഴും ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരിക്കും. അപ്പം പുള്ളിക്കാരിയുടെ ആഗ്രഹം ഞാൻ ഇതുവരെ ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല, അപ്പം ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് പോയി ഒന്ന് നോക്കണമെന്ന് കരുതിയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. പുള്ളിക്കാരിക്ക് ആദ്യം ഇൻവിറ്റേഷൻ കൊടുത്തത് കാണിക്കുന്നുണ്ട്. അത് ഒരു ടെമ്പിളിൽ പുള്ളിക്കാരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രസാദത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഇൻവിറ്റേഷൻ വരുവാണ്. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് സ്വാഗതം, ഹൃദയപൂർവ്വം ലാലേട്ടൻ, അങ്ങനെയാണ് കാർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഫാമിലിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ലോകം അറിയുന്നൊരു സ്റ്റേജ് പെർഫോമർ ആവണം എന്നാണ് ആഗ്രഹം. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറയുന്നത് ടാസ്കിലേക്ക് പോവാണ്. ടാസ്കിൽ ബേസിക്കലി എന്താ പറയുക, പുള്ളിക്കാരി ഇത് ചെയ്യുന്നുണ്ട്. അതിന് ടാസ്കിൽ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ടാസ്ക് മനോഹരമായി കംപ്ലീറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരിയും വീടിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം അനുമോളെ ഓൾറെഡി ഇവർ സെയിം ഫീൽഡൊക്കെ ആയത് കാരണം ഇവർക്ക് അറിയാം. അപ്പോൾ അനുമോളെ അറിയാം. പിന്നെ ബാക്കി രണ്ടുപേരെയും പരിചയപ്പെടുന്നു. ഇവിടെയും മനീഷ് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു കുറച്ചൊരു ഇതിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഇതായിരുന്നു ശരികയുടെ എൻട്രി. അഞ്ചാമതായിട്ട് വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് അക്ബർ ഖാനാണ്. സോ പുള്ളി ഒരു സിംഗറാണ്, ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. സോ വീട്ടിലാണ് പുള്ളിക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നതായിട്ട് വീഡിയോ കാണിക്കുന്നത്. പുള്ളിക്കാരന് മൈലാഞ്ചി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ, ഏഷ്യാനെറ്റിൽ തന്നെ ഒരു പ്രോഗ്രാമിൽ ഒരു ഫസ്റ്റ് റണ്ണറപ്പായിരുന്നു. അതുപോലെ സരിഗമ പുള്ളിക്കാരനെ അറിയപ്പെടുന്നതായിരുന്നു. അപ്പം നല്ലൊരു സിംഗറാണ്. വീട്ടിൽ ഫാമിലിയൊക്കെ കാണിക്കുന്നുണ്ട്, വൈഫിനെ കാണിക്കുന്നുണ്ട്. ലവ് മാരേജ് ആയിരുന്നു. വൈഫാണെന്നുണ്ടെങ്കിൽ ഹിന്ദിക്കാരിയാണെന്നാണ് തോന്നുന്നത്. അപ്പം പുള്ളിക്കാരൻ പിന്നെ ലാലേട്ടനോട് പറയുന്നുണ്ട് പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ പിച്ചൗട്ട് വരുമായിരിക്കും, പക്ഷേ സംസാരിക്കുമ്പോൾ പിച്ചൗട്ട് വരില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ അതുപോലെ
പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ അക്ബർ ഖാൻ, നോർമലി ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി നെയിംസിൽ കോമൺ അല്ലല്ലോ, അപ്പോൾ എന്താ അങ്ങനെ. അപ്പം പുള്ളി പറയുന്നത് പുള്ളി ഒരു ഷാറുഖ് ഖാൻ ഫാനാണ്, അപ്പോൾ അത് അങ്ങനെയാണ് ഖാൻ വന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടാസ്ക് എടുക്കുന്നത് വൈഫാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പുള്ളിയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, വീട്ടിലേക്ക് എൻ്റർ ചെയ്തു. നമ്മുടെ മറ്റ് കണ്ടസ്റ്റൻസ് വന്ന് എന്താ സ്വീകരിച്ചു. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അപ്പം അങ്ങനെ പുള്ളിയും എൻ്റർ ചെയ്തു. അടുത്തതായിട്ട് വീട്ടിലേക്ക് ആറാമതായിട്ട് എൻട്രി ചെയ്യുന്നത് ബിൻസിയാണ്. ബിൻസി ഒരു റേഡിയോ ജോക്കിയാണ്, ആർജയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പം പുള്ളിക്കാരി പറയുന്നത് സൂപ്പർ എക്സൈറ്റഡ്, സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പം പുള്ളിക്കാരിയുടെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പം അപ്പൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പൻ്റെ കൂടെ ഓട്ടോയിൽ പോയി ഒരു കുഷിക്ക് പ്രാർത്ഥിക്കാൻ നേരത്ത് അപ്പൻ്റെ അടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഇൻവിറ്റേഷൻ. അപ്പം വീട്ടിലെ ഫാമിലി കാണിക്കുന്നുണ്ട്. പിന്നെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ആവശ്യം വന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ലൈഫിൽ ഇതുവരെയും ഫീലായിട്ടില്ല. അപ്പോൾ അത് അപ്പൻ എപ്പോഴും സപ്പോർട്ടാണ്, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ടാസ്കിലും അപ്പനായിരുന്നു ഗൈഡ് ചെയ്തത്. സാധാരണ വീട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അകത്തേക്ക് കയറുന്നത്. അത് കയറി മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അവർ ബിൻസിയെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത് അങ്ങനെ ആണ് ബിൻസിയുടെ എൻട്രി. സെവൻത്തായിട്ട് വീട്ടിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ ഒനീൽ സാബുവാണ്. ഒനീൽ സാബു എന്ന് പറയുന്നത് പുള്ളിക്കാരൻ തന്നെ പറയുന്നത് പാചകവും വാചകവും അതുപോലെ വക്കീലുമാണ്. അപ്പം പുള്ളിക്കാരി ഒരു ഫോർട്ട് കൊച്ചിക്കാരനാണ്. അപ്പം മെയിൻലി കുക്കിംഗ് വ്ളോഗ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൾനറി ആന്ത്രപ്പോളജിയിൽ പുള്ളി കുറച്ച് ഇത് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് മുഖത്ത് നോക്കി റോയായിട്ട് പറയും എന്നാണ് പുള്ളി ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത്. പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, യു കെ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് കരുതി അതിലേക്ക് ഇറങ്ങിയത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടാസ്ക് ചെയ്യുന്നുണ്ട്. പുള്ളി എന്നിട്ട് ബിഗ് ബോസ് വീട്ടിൽ എൻ്റർ ചെയ്യാണ്. അടുത്തതായി വീട്ടിലെ ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്യുന്നത് പറയുന്നത് ബിന്നി സെബാസ്റ്റ്യനാണ്. പുള്ളിക്കാരി ഒരു സീരിയൽ ആക്ട്രസ്സാണ്. സോ കാറിൽ ഒരു മഴയത്ത് ഹസ്ബൻഡ് കൂടി ഇരിക്കുമ്പോഴാണ് ഇൻവിറ്റേഷൻ കിട്ടുന്നതായിട്ട് കാണിക്കുന്നത്. ആ ഫാമിലിയിൽ മമ്മി, ഹസ്ബൻഡ്, നൂബിൻ്റെ ഫാമിലിയുടെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി ചെന്നൈയിൽ ചൈനയിൽ മെഡിസിൻ പഠിച്ചിട്ടുള്ളതാണ്. ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ആദ്യം ചൈനീസ് ഭാഷയിൽ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, പുള്ളിക്കാരി റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അപ്പം ഡോക്ടറാണ്, 1 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതാണ് പുള്ളിക്കാരിയെ പറ്റിയുള്ളത്. പിന്നെ അത് ടാസ്കിൽ ഹസ്ബൻഡാണ് ഗൈഡ് ചെയ്തത്. ടാസ്കും പുള്ളിക്കാരി മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്തു. അപ്പം സീരിയൽ ആക്ട്രസ് ആയത് കാരണം TV സൈഡിൽ നിന്നുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ പുള്ളിക്കാരി പരിചയമുണ്ട്. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ ഓൾറെഡി അവിടെ ഉണ്ട്. അങ്ങനെ ബിന്നി സെബാസ്റ്റ്യനും ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്തു. അടുത്തതായി ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത് അഭിലാഷാണ്. സോ 9ാമത്തെ കണ്ടസ്റ്റൻ്റാണ്. പുള്ളി ആക്ടറാണ്, ഡാൻസറാണ്, അതുപോലെ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഫാമിലിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം വേട്ടയിൽ പാട്ടൊക്കെ മനസ്സിലായോ എന്ന് പറഞ്ഞ പാട്ടൊക്കെ കളിച്ചുകൊണ്ടാണ് പുള്ളി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അടിപൊളി ഡാൻസായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്രിക്കറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ദേഷ്യം വരും, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുള്ളിക്ക് കാലിനൊരു കുറച്ച് എന്തോ ഒരു ചെറിയ വൈകല്യമുണ്ട്. പക്ഷേ അത് ഇതിനെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കലും അതിനെ ഒരു പ്രതിബന്ധമാവില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ ടാസ്ക് ഉണ്ടായത്, ടാസ്കിൽ വൈഫാണ് ഗൈഡ് ചെയ്തത്. പുള്ളിയും നല്ലതായിട്ട് ടാസ്ക് കളിച്ച് അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അഭിലാഷ് BB ഹൗസിൽ എൻ്റർ ചെയ്തു, എല്ലാവരെയും പരിചയപ്പെട്ടു. അങ്ങനെ അഭിലാഷും BB ഹൗസിനുള്ളിൽ ഇന്നായി. അടുത്തതായി വീട്ടിൽ കയറുന്നത് റീന ഫാത്തിമയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, കോഴിക്കോടുകാരിയാണ്.
ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടന് ഡൗട്ട് ഇത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ എന്ന്. പക്ഷേ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ലവറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇൻവിറ്റേഷൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ മിസ് ചെയ്യുന്നത് അനിയത്തി മിസ് ചെയ്യും. അതുപോലെ തന്നെ അലീബ് എന്നാണ് ലവറിൻ്റെ പേര്, പുള്ളിനെ മിസ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ഫാമിലിയെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ടാസ്ക് ചെയ്യുന്നുണ്ട്. ആ ടാസ്ക് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അടുത്തതായി ഹൗസിൽ കയറുന്നത് മുൻഷി രഞ്ജിത്താണ്. കരുനാഗപ്പള്ളിക്കാരനാണ്. അപ്പം ലിഫ്റ്റ് വെച്ചിട്ട് ബിഗ് ബോസിലേക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടുന്നു. ഫാമിലിയിൽ മോനും മോളും ഉണ്ട്. സോ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രായം ഈ മത്സരത്തിനൊരു തടസ്സം ഉണ്ടാക്കില്ല. എന്നിട്ട് എൻ്റെ വിധി മാറ്റിമറിക്കുന്ന ദിവസമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് എന്ന് പുള്ളി ഒരു ബുക്ക് എഴുതിയിരിക്കുന്നതൊക്കെ കാണിച്ചു. അപ്പം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഭയങ്കര കോൺഫിഡൻ്റായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. അതിനുശേഷം ടാസ്ക് ചെയ്തു. ടാസ്കിൽ ഒരു ഫ്രണ്ടാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മുടെ ബി ഹൗസിലേക്കുള്ള എൻട്രി. എന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുന്നു. മുൻഷി രഞ്ജിത്തിനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹൗസിൽ ഓൾറെഡി കയറിയ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് വെൽക്കം ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനൊക്കെ നടത്തി. അപ്പം അങ്ങനെ മുൻഷി രഞ്ജിത്തും ബിഗ് ബോസ് ഹൗസിൽ എൻട്രായി. അടുത്തതായി ബി ഹൗസിൽ കയറിയത് ഗിസേല തക്കറയാണ്. പുള്ളിക്കാരി ബി ഹിന്ദി കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പ്രീവിയസ് 9th സീസണോ മറ്റോ ഉള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ആക്ട്രസ്സാണ്, ഓൺട്രപ്രണറാണ്. ആലപ്പുഴയാണ് സ്ഥലം. ആക്ച്വലി ഹാഫ് മലയാളി ഹാഫ് പഞ്ചാബിയാണ്. അമ്മ മലയാളിയും അച്ഛൻ പഞ്ചാബിയാണ്. അപ്പം പുള്ളിക്കാരി നല്ല കോൺഫിഡൻറ്റ് ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണെന്ന് തോന്നുന്നു സംസാരത്തിൽ നിന്ന്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ബി ഹൗസിൽ കയറി. എൻ്റെ മുന്നേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അമ്മയാണ് ഹെൽപ്പ് ചെയ്തത്. മലയാളം അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല. എല്ലാം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പുള്ളിക്കാരി ബി ഹൗസിൽ കയറി എല്ലാവരെയും പരിചയപ്പെട്ടു. അങ്ങനെ ഗിസേൽ താക്കറയും ബി ഹൗസിനുള്ളിൽ കയറി. അടുത്തതായി കയറുന്നത് ഷാരികയാണ്. സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂവറാണ്. ഈ അടുത്ത് കുറച്ച് വൈറൽ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂസിൻ്റെ റിലേറ്റഡ്. സോ ഫാമിലിയെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരി സെപ്പറേറ്റഡ് ആണ് എന്ന് പറയണത്. മോളുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളാണ്. ഫെയർ ഗെയിം കളിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ബിയിലേക്ക് കയറുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ടാസ്കൊക്കെ കളിച്ച് മനോഹരമായി കളിച്ച് പുള്ളിക്കാരി ബി ഹൗസിൽ എൻട്രായി. 14 കണ്ടസ്റ്റൻ്റായിട്ട് ഹൗസിൽ കയറുന്നത് ഷാനു ആണ്. കുങ്കുമപ്പൂ എന്ന സീരിയലിൽ രുദ്രൻ എന്ന് പറഞ്ഞ റോളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ് ഷാനു. പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫുട്ബോളാണ്, ആക്ടിങ്. അതുപോലെ ഫാമിലിയെ കാണിക്കുന്നുണ്ട്, വൈഫ് കുട്ടികളുടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി ആരോഗ്യത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അത് കുറച്ച് സംസാരിക്കുന്ന ആളാണോ ലാലേട്ടൻ ചോദിക്കുന്നത്. അത് കുറച്ച് സംസാരിക്കുന്ന ആളാണ്, പക്ഷേ ആവശ്യത്തിന് സംസാരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്കാരൻ അതുപോലെ തന്നെ കയറുന്നതിന് മുമ്പ് ടാസ്കൊക്കെ ചെയ്തു. വൈഫാണ് ഗൈഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഹൗസിൽ എൻ്റർ ചെയ്തു. അപ്പം അവരൊക്കെ ഓൾറെഡി അവർക്ക് സീരിയൽ സൈഡിൽ നിന്നുള്ള കാരണം അവർക്ക് പരിചയമുണ്ട്. അപ്പം എല്ലാവരെയും പരിചയപ്പെട്ട് അങ്ങനെ ഷാനവാസ് ബിയിൽ എൻ്റർ ചെയ്തു. സോ അടുത്തതായിട്ട് ബി ഹൗസിൽ എൻ്റർ ചെയ്യുന്നത് നെവിൻ ജോർജാണ്. പുള്ളിക്കാരൻ ഒരു സ്റ്റൈലിസ്റ്റും ഫാഷൻ കൊറിയോഗ്രാഫറും ഒക്കെയാണ്. എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. അപ്പം ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ പ്ലാറ്റ്ഫോമാണ് പുള്ളിക്കത്. അപ്പം കുറേ ഫാഷൻ ഏരിയ ആയത് കാരണം കുറച്ച് അതുമായി റിലേറ്റഡ് കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു, വീഡിയോസൊക്കെ കാണിച്ചു. പുള്ളിക്കാരന് ഒത്തിരി ക്യാറ്റ്സൊക്കെ ഉണ്ട്. അപ്പം ബിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് മിസ് ചെയ്യാൻ പോകുന്നത് ക്യാറ്റ്സിനെ ആയിരിക്കും. അതുപോലെ തന്നെ നേരിവോ ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റർ ഹീൽസ്. കാരണം പുള്ളിക്കാരൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ കൊറിയോഗ്രഫി ആയത് കാരണം പോയിൻ്റർ ഹീൽസ് ഒരു മസ്റ്റാണ്.
ക്യാറ്റ് വാക്ക് ചെയ്യുന്ന എന്നോട് കളിക്കല്ലേ, ഞാൻ പിടിച്ച് മാന്തും എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടാസ്ക് ചെയ്യുന്നുണ്ട്. ടാസ്കിൽ സിസ്റ്ററാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പുള്ളിക്കാരനും ഹൗസിൽ എൻ്റർ ചെയ്തു. എല്ലാവരെയും ഓരോരുത്തരെയായി പോയി പരിചയപ്പെട്ടു. അങ്ങനെ നെവിൻ ജോർജും ബി ഹൗസിൽ എൻ്ററായി. സോ അടുത്തതായി ബി ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആദില ആൻഡ് നൂറയാണ്. അവർ 2 പേരാണ്, പക്ഷെ ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ടാഗ് ലൈൻ തന്നെ പറയുന്നത് പ്രണയത്തിന് വേണ്ടി പോരാടിയവർ എന്നാണ് പറയുന്നത്. അവർ ലെസ്ബിയൻ കപ്പിളാണ്, IT പ്രൊഫഷണൽസാണ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. അപ്പം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ ബിഗ് ബോസ് ഹൗസിൽ വരുന്നത്. സേഫ് കളിക്കാനല്ല, ഫോർ മേക്കിംഗ് ഹിസ്റ്ററിക്ക് വേണ്ടിയാണ് അവർ വരുന്നത്. അതുപോലെ ടാസ്കിൽ നൂറ് ടാസ്ക് ചെയ്തു, ആദിലയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ബി ഹൗസിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തു. അവർ ഹൗസിൽ എൻ്റർ ചെയ്ത് എല്ലാവരും പരിചയപ്പെട്ടു. അങ്ങനെ നൂറ് ആൻഡ് ആദില ബി ഹൗസിൽ എൻ്റർ ചെയ്തു. അടുത്തതായി ഹൗസിൽ എൻ്റർ ചെയ്യുന്നത് ശൈത്യ സന്തോഷാണ്. പുള്ളിക്കാരി റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അഡ്വക്കേറ്റാണ്, ഡാൻസറാണ്. സോ ഫാമിലി ഒക്കെ കാണിക്കുന്നുണ്ട്, അച്ഛനമ്മ, പിന്നെ ഒരു പപ്പിക്കുട്ടിയുണ്ട്. അപ്പം സോ ഈ അവഗണിച്ചവരൊക്കെ മുന്നിൽ സക്സസ് ആയി കാണിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വഴക്കാളിയാണോ എന്ന്. കാരണം ഒരു റിയാലിറ്റി ഷോയിൽ കുറച്ച് പുള്ളിക്കാരി അമ്മയും കൂടെ പങ്കെടുത്ത ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് തോന്നുന്നു ലാലേട്ടൻ ചോദിക്കുന്നത് വഴക്കാളിയാണോ. അപ്പം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ആവശ്യം വേണ്ടുന്നിടത്താണെന്നുണ്ടെങ്കിൽ വഴക്ക് ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ട്രൂ ലവായി ഫീൽ ചെയ്തില്ല. പിന്നെ ടാസ്ക് കാണിക്കുന്നുണ്ട്, ടാസ്ക് അമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ പുള്ളിക്കാരി ബി ഹൗസിൽ എൻ്റർ ചെയ്തു. അപ്പം അവർ കണ്ടസ്റ്റൻസ് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ 2 അഡ്വക്കേറ്റ്സുമായി ഒരു ഡോക്ടറുണ്ട്. അപ്പം എല്ലാവരും ബി ഹൗസിലുണ്ട്. അപ്പം അങ്ങനെ ശൈത്യ സന്തോഷ് ബി എൻ്റർ ചെയ്തു. 18th കണ്ടസ്റ്റൻ്റായിട്ട് ബി ഹൗസിൽ കയറുന്നത് രേണുസുതിയാണ്. അപ്പം വൈറൽ മീഡിയ കണ്ടൻറ് താരമാണ്. അപ്പം ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് FB തുറന്നു കഴിഞ്ഞാൽ രേണുവിനെയാണല്ലോ കാണുന്നതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫാമിലിയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് മത്സരിക്കുന്നതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പിന്നെ ടാസ്കൊക്കെ ചെയ്യുന്നത് ടാസ്ക് സിസ്റ്ററാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സുധിയേട്ടാ ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ബി ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ പരിചയപ്പെടുന്നു. ഇതാണ് അങ്ങനെ രേണുസുതിയും എൻ്ററായി. സോ അവസാനത്തെ കണ്ടസ്റ്റൻ്റായിട്ട് കയറുന്നത് അപ്പാനി ശരത്താണ്. തിരുവനന്തപുരംകാരനാണ്, ആക്ടറാണ്. അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ ഒരു ഫിലിമിക്കിട്ടാണ് പുള്ളി പ്രശസ്തനായത്. പിന്നെ ഫാമിലിയൊക്കെ കാണിക്കാനുണ്ട്, വൈഫും 2 കിഡ്സ്, വൈഫ് ക്യാരിങ് ആണ്. കേൾക്കാനുള്ള സ്പേസാണ് പുള്ളി ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് തീയിൽ കുരുത്തവനായതുകൊണ്ട് വെയിലത്ത് വാടില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പുള്ളി കോൺഫിഡൻ്റായിട്ടാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ടാസ്കൊക്കെ ചെയ്ത് ടാസ്ക് വൈഫാണ് ഹെൽപ്പ് ചെയ്തത്, സഹായിക്കാനുണ്ടായിരുന്നത്. അതിനുശേഷം പുള്ളി ബി ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ എല്ലാവരും 19 പേരും ബി ഹൗസിനകത്തിൽ എൻ്ററായി. അടുത്ത ലാലേട്ടൻ കൺക്ലൂഡ് ചെയ്തിട്ട് പോവുകയാണ്. അതിനുശേഷം കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവരുടെ പെട്ടിയൊക്കെ സ്റ്റോർ റൂമിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ പോയി കളക്ട് ചെയ്യാൻ. അപ്പോൾ അവർ പോയി കളക്ട് ചെയ്യും. അപ്പോൾ ഇവരെല്ലാം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ആകെ 3 പേർക്ക് മാത്രമേ പെട്ടിക്കകത്ത് കറക്റ്റായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അവരുടെ സാധനങ്ങളുള്ളൂ. ബാക്കിയുള്ള പെട്ടിയിലൊന്നും ആവശ്യത്തിലുള്ള ഒരു സാധനമില്ല. എന്തൊക്കെയോ കമ്പോ എന്തൊക്കെയോ ഇരുമ്പ് കൊണ്ടുള്ള ഒരു സ്ക്വയർ പോലിരിക്കുന്ന ഒരു ഇതൊക്കെ, അങ്ങനെ പലർക്കും ചിലർക്ക് ഒരു ടീഷർട്ടോ അവരുടെ ഡ്രസ്സൊന്നും അല്ല. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് വന്നിട്ടുള്ളത്. അവരിതെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ ലിവിങ് റൂമിലേക്ക് വന്നിരിക്കാൻ പറയുന്നുണ്ട്. അപ്പം കണ്ടസ്റ്റൻസ് എല്ലാം ലിവിങ് റൂമിൽ വന്നിരിക്കും. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ആ റേസിൻ്റെ ആദ്യം നടത്തിയ റേസിൻ്റെ ടാസ്കിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണ്. അപ്പം ടാസ്കിൻ്റെ വിന്നേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നേക്കുന്ന ആര്യൻ കത്തൂരിയും, സെക്കൻഡ് ബിന്നി സെബാസ്റ്റ്യനും, തേർഡായിട്ട് വന്നിരിക്കുന്നത് ഷാനവാസുമാണ്. അപ്പം ഇവരുടെ മാത്രം എന്താ പറയുക, ഇവർക്ക് മാത്രമാണ് ഡ്രസ്സ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് റേസ് ജയിച്ചവർക്ക് മാത്രമേ ഡ്രസ്സുള്ളൂ. അപ്പം ബാക്കിയുള്ളവരുടെ ഡ്രസ്സെല്ലാം
ഇവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടണം. അപ്പം ഈ റേസ് ജയിച്ചിരിക്കുന്നവർക്ക് ഓരോ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിക്കർ, ഒരു വെൽക്രോയുടെ സ്റ്റിക്കർ പോലെ ദേഹത്തൊട്ടിക്കാൻ വേണ്ടി. അത് 3 പേർക്കും കിട്ടി. അപ്പോൾ അത് ഒട്ടിച്ച് ആ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അവരുടെ ഡ്രസ്സ് കിട്ടത്തുള്ളൂ. ബിഗ് ബോസ് അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈ 3 പേരുടെ കയ്യിൽ നിന്നും ഈ സ്റ്റാർ തട്ടിയെടുക്കാം. കാരണം കാണാവുന്ന തരത്തിലേ അത് ധരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവർക്ക് ആർക്ക് വേണമെങ്കിലും തട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള അവരുടെ പെട്ടി കറക്റ്റായിട്ട് അവർക്ക് വരും. അപ്പം ഈ 6 നിന്നും തട്ടിയെടുത്ത് അവരുടെ പെട്ടി തിരിച്ച് സ്റ്റോർ റൂമിലേക്ക് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയായിരിക്കും. അതാണ് അവർക്കൊരു ട്വിസ്റ്റ്. അപ്പം എന്തായാലും നല്ല അടിപൊളിപൂരം കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നാളത്തെ പ്രമോയ്ക്കതും അതുപോലെ തന്നെ അവർ പുറകെ ഓടി നടന്ന് പിടിക്കാൻ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു വലിയൊരു നല്ല ടാസ്ക്കാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് കാണിക്കുന്നത് ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, സാധാരണയാണെന്നുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിച്ചാണ് എല്ലാം തുടങ്ങുന്നത്. അതിന് പകരം പുള്ളിയാണെങ്കിൽ പടക്കം പൊട്ടിച്ച് മറ്റേ പടക്കത്തിൻ്റെ തിരി കത്തിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും അടിപൊളി ടാസ്കുകളും അടിപൊളി ലാലേട്ടനെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ ഈ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ പുറകെ വരുന്നതായിരിക്കും. നിങ്ങൾ കാണുക. താങ്ക് യു.